എവിടുന്നാ വരുന്നേ? പാമാങ്കോട്. ചേട്ടാ എത്ര നാളുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്? നമ്മള് അച്ഛന്റെ തലമുറ പാരമ്പര്യമായിട്ട് ജോലിയാണ്. പുതിയ തലമുറയിൽ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ മക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലും? 2 മോളാണ്. ഇതൊന്നും ചെയ്യുന്നില്ല. മോളെ മോനൊക്കെ ഇഷ്ടമാണ്. അവര് പഠിക്കുന്ന കുട്ടികള് ഇവിടെ ഇല്ല. അവര് നേരത്തെ ഇങ്ങനെ താമസിക്കുന്നു. വീട്ടിലാണോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്? വീട്ടിലോ? വീട്ടില് ആര് സഹായത്തിന് ആരുണ്ട്? വൈഫും ചേട്ടനും കൂടെ ആണോ ഉണ്ടാക്കുന്നത്? എന്നിട്ട് എങ്ങനെ കടയിൽ കൊണ്ടു കൊടുക്കുമോ അത് സൊസൈറ്റിയിൽ കൊടുക്കുമോ? അവിടെ നമ്മള് ആൾക്കാരൊന്ന് വീട്ടിൽ വാങ്ങും. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കടകളിൽ കൊടുക്കും. ഇതൊക്കെ നമ്മളെ വീട്ടില് ആൾക്കാർ വന്ന് വാങ്ങിക്കും. കുടുക്കൊക്കെ എങ്ങനെയാ വില? ഇത് 150, 100, 200. അങ്ങനെയാണ്. ഏറ്റവും വലുത് 300. ഈ കറുത്ത ചട്ടി വില കൂടുതലോ അല്ലേ? വില കൂടുതൽ. എത്ര വരും? അത് ചെറുത് 200, മറ്റേത് 250. 250. ഇതെന്ത് മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്? കളിമണ്ണ്. കളിമണ്ണ് എന്തെങ്കിലും ചെയ്യോ? എന്തെങ്കിലും പ്രോസസ്സിംഗ് എന്തെങ്കിലും? ഒരുപാട് പണിയുണ്ട് ഇതിനകത്ത്. ഒരുപാട് പണിയുണ്ട് ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട്. നമുക്ക് മണ്ണ് കിട്ടുന്നില്ല. ഇപ്പൊ നമുക്ക് പാസില്ല കളിമണ്ണ് എടുക്കാൻ. ഇല്ല, ഈ കൊട്ടുകൂടി ഉണ്ടോ ഇല്ലയോ, അതുകൊണ്ട് ഇടിച്ച് നല്ല പാകപ്പെടുത്തി വെച്ചിട്ട് പിന്നെ കത്തി കൊണ്ട് എല്ലാം ഇട്ട് വെള്ളം കുടഞ്ഞ് ചവിട്ടി വെച്ചിട്ട് പിന്നെ കല്ലും കട്ടയൊക്കെ പറക്കാൻ ഈ കമ്പിട്ട് ഇതിട്ട് അരിഞ്ഞ് പറക്കിയെടുക്കണം. കല്ല് മാറ്റണം. മണ്ണിൽ കല്ല് ഇഷ്ടം പോലെ. എത്ര വർഷമായി ഇത്? അച്ഛൻ്റെ അച്ഛന് തലമുറ. അച്ഛൻ്റെ അച്ഛനൊക്കെ കൊട്ടാരത്തിലൊക്കെ പണിക്ക് വന്നവരാണ്. രാജ കൊട്ടാരത്തില് പണ്ട് കനവൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവിടെ. രാജ കൊട്ടാരത്തില്. അറിയണ്ടേ? വിജയകുമാർ. കട പാമാങ്കോട്. പാപ്പനംകോട് 2 കിലോമീറ്റർ. പാപ്പനംകോട് 2 കിലോമീറ്റർ. മലയെങ്കിൽ പോണ റോഡ്. ചെടിച്ചട്ടി പോലത്തെ. അതെ.